ഗുഡ് ഈവനിങ് ഓൾ. മീറ്റർ ഡോസ് ഇൻഹേലർ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ മീറ്റർ ഡോസ് ഇൻഹേലർ. ഈ മീറ്റർ ഡോസ് ഇൻഹേലർ എപ്പോഴും സ്പേസറിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്. ഇവിടെ നമ്മളെപ്പോൾ ഈ മീറ്റർ ഡോസ് ഇൻഹേലർ എടുത്താലും അതിനെ നന്നായിട്ട് ഷേക്ക് ചെയ്യണം. കാരണം ഇതിനകത്തൊരു ലിക്വിഡ് പ്രൊപ്പലൻറ്റ് പ്ലസ് മെഡിസിനൊക്കെ വരുന്നത്. നമ്മൾ ഷേക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രൊപ്പലൻ്റ് ആയിരിക്കും കൂടുതൽ വരുന്നത്. അപ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം ഇത് ഫസ്റ്റ് ടൈമാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യത്തെ പഫ് നമ്മൾ കളയണം. ആദ്യത്തെ പഫ് കളഞ്ഞ ശേഷം എപ്പോഴും എടുക്കുമ്പോൾ കളയേണ്ട. ഫസ്റ്റ് ടൈം നമ്മൾ ആ കവറിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഷേക്ക് ചെയ്തിട്ട് ആദ്യത്തെ പഫ് കളയും. ദെൻ ഇവിടെ അറ്റാച്ച് ചെയ്യണം. ഇൻഹേലറിൻ്റെ ഈ സ്ഥലത്ത് അറ്റാച്ച് ചെയ്തിട്ട് ഇതാണ് അതിൻ്റെ മൗത്ത് പീസ്. അപ്പോൾ അതിനുശേഷം പേഷ്യൻ്റ് സ്ട്രെയിറ്റ് ആയിട്ട് വയ്ക്കുക, തല നേരെ വയ്ക്കുക. അതിനുശേഷം ഇത് വായിൽ വെച്ചിട്ട് 2 പഫ് അല്ലെങ്കിൽ ഒരു പഫ് എടുക്കുന്നത് ഒരു പഫ് അല്ലെങ്കിൽ 2 പഫ് ചെയ്യുന്ന 2 പഫ് ഇവിടെ സ്പ്രേ ചെയ്യുക. സ്പ്രേ ചെയ്തിട്ട് നമ്മൾ ശ്വാസം വായിലൂടെ അകത്തേക്ക് എടുക്കുക. വായിലൂടെ ശ്വാസം എടുത്തതിന് ശേഷം 10 സെക്കൻഡ് പിടിച്ച് വയ്ക്കുക. 10 സെക്കൻഡ് വരെ വായിൽ ശ്വാസം പിടിച്ച് വെച്ചതിന് ശേഷം മൂക്കിലൂടെ പതുക്കെ ശ്വാസം പുറത്തേക്ക് വിടുക. അപ്പോൾ ഇൻഹേലർ എപ്പോഴും ഇപ്പോൾ 10 സെക്കൻഡ് എന്ന് പറയുന്നത് അത് 10 സെക്കൻഡെങ്കിലും മിനിമം പിടിച്ച് വെക്കണം. അതിൽ കൂടുതൽ പിടിച്ച് വയ്ക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയായാലും സാരമില്ല. അതിനുശേഷം മൂക്കിൽ കൂടെ ശ്വാസം പുറത്തേക്ക് വിടണം. പിന്നെ ഇൻഹേലർ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് എപ്പോൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും യൂസ് ചെയ്തതിന് ശേഷം ഉടനെ സാധാരണ വെള്ളത്തിൽ അല്ലെങ്കിൽ തിളപ്പിച്ചാറിയ വെള്ളത്തിൽ ഗാർഗിൾ ചെയ്ത് കളയണം. നമ്മൾ ഗാർഗിൾ ചെയ്ത് കളയാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് ഇൻഫെക്ഷൻസ്, ത്രോട്ട് ഇൻഫെക്ഷൻ, പൗഡർ ഡെപ്പോസിഷൻ വന്നിട്ട് ത്രോട്ട് ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇൻഹേലർ യൂസ് ചെയ്തതിന് ശേഷം ഗാർഗിൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ത്രോട്ട് ഇൻഫെക്ഷൻസ് അല്ലെങ്കിൽ ആ പൗഡർ ഡെപ്പോസിഷൻ കാരണം ഫംഗൽ ഇൻഫെക്ഷൻ വരാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ അതെപ്പോഴും ഗാർഗിൾ ചെയ്ത് കളയാനായിട്ട് പേഷ്യൻസ് ശ്രദ്ധിക്കണം. പിന്നെ ഈ സ്പേസർ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കാനുള്ളത്, ഈ സ്പേസർ എല്ലാ യൂസ് കഴിഞ്ഞ് നമുക്ക് ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല. കുറേ ദിവസം യൂസ് ചെയ്ത് കഴിയുന്ന സമയത്ത് ഇതിനകത്ത് പൗഡർ ഡെപ്പോസിഷൻ വന്നിട്ട് ട്രാൻസ്പെറൻസി പോകുന്ന ഒരു സമയത്ത് നമുക്കത് ജസ്റ്റ് ശരിക്കും സോപ്പ് വെള്ളത്തിൽ കഴുകിയിട്ട് ഉണക്കിയെടുക്കാവുന്നതാണ്. അല്ലാതെ ഓരോ യൂസ് കഴിഞ്ഞിട്ടും സ്പേസർ എപ്പോഴും എപ്പോഴും എടുത്തതിന് ശേഷം അതിനൊരു ബോക്സ് ഉണ്ടാവും, അതിലിട്ടിട്ട് സൂക്ഷിച്ച് വയ്ക്കുക.